ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ലൊരു സ്നാക്സ് റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്സ് റെസിപ്പിയാണ്. നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെടും. നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പായി എന്നും പറയുന്ന പോലെ തന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി ചെയ്യുക. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായി ഞാൻ ഇതുപോലെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് അല്പം ഓയിൽ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് ഓയിൽ മതി ഇത് തയ്യാറാക്കി എടുക്കാൻ. അപ്പം നമ്മളിപ്പോൾ ആദ്യം ഒരു ഫില്ലിങ്സ് ആണ് തയ്യാറാക്കി എടുക്കുന്നുള്ളത്. ഇനി ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്തെടുത്ത ഒരു 3 അല്ലി വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ ഒന്നിച്ച് തന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി ഇതുപോലെ പൊടിയായി കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഇട്ട് കൊടുക്കുന്നുള്ളത് ഒരു 3 പച്ചമുളക് പൊടിയായി കട്ട് ചെയ്തതാണ്. അതും കൂടി ഇട്ട് നല്ലോണം ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളത് ഒരു മീഡിയം സൈസ് ഉള്ളിയാണ്. അതും ഇതുപോലെ പൊടിയായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലെ ഇൻഗ്രീഡിയൻസിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ഫില്ലിങ്സ് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം. ഞാനിപ്പോൾ ഇതൊരു ചെറിയൊരു ക്വാണ്ടിറ്റിയിലാണ് തയ്യാറാക്കി എടുക്കുന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അളവാണ് ഈ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഇപ്പോൾ ഉള്ളിയൊക്കെ നല്ല വഴന്ന് വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് കുറച്ച് മസാലപ്പൊടികളാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം കാശ്മീർ ചില്ലി പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ചേർത്ത് കൊടുക്കുന്നുള്ളത് ചിക്കൻ മസാലപ്പൊടിയാണ്. അപ്പോൾ ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഗരം മസാലപ്പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചിക്കൻ മസാലപ്പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂണോളം ക്രഷ്ഡ് കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറുന്നത് വരെ ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇത്രയും മതി. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഉരുളക്കിഴങ്ങാണ്. ഇതിപ്പോൾ ഒരു 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് ഇതുപോലെ നല്ലോണം സ്മാഷ് ചെയ്തെടുത്തതാണ് ഞാനിത്. അപ്പോൾ അത് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി മസാലയൊക്കെ ഉരുളക്കിഴങ്ങിൽ ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. അങ്ങനെ ഇപ്പോൾ ഇത് നല്ലോണം ഇതുപോലെ ഒന്ന് ഞാൻ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളത് മുട്ടയാണ്. ഒരു 3 മുട്ട ഇതുപോലെ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് ചെറിയ പൊടിയായി കട്ട് ചെയ്തെടുക്കാം. അതിന് ശേഷം ഇതിലേക്ക് ഇതൊന്ന് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഇപ്പോൾ മുട്ടയൊക്കെ ഞാനിതാ പൊടിയായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇതുവരെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ സമയം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഉപ്പ് ചേർത്ത് നല്ലോണം ഇതൊന്ന് മിക്സാക്കി എടുക്കാം. ഇതിലേക്ക് ഈ സമയം മല്ലിയില ഉണ്ടെങ്കിൽ അല്പം കട്ട് ചെയ്ത് അതും കൂടി ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ അത് ചേർത്ത് കൊടുക്കുന്നില്ല. അങ്ങനെ ഇപ്പോൾ ഫില്ലിങ്സൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഫില്ലിങ്സാണ്. ഇനി ഞാനിതാ ഇതുപോലെ കുറച്ച് ബ്രെഡ് പീസ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെതാ സൈഡൊക്കെ നല്ല രീതിയിലൊന്ന് കട്ട് ചെയ്തെടുത്ത് വരാം. ഇതുപോലെ ഇതിൻ്റെ സൈഡൊക്കെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു റോളർ വെച്ച് ഇതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ബ്രെഡ് പീസ് നല്ല തിന്നായി കിട്ടും. അപ്പോഴേ മസാലയൊക്കെ വെച്ച് നമുക്കിത് കറക്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഇങ്ങനെ ഒന്ന് പരത്തിയെടുക്കുന്നത്. അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള ബ്രെഡ് തന്നെ എടുക്കാൻ ശ്രമിക്കുക. പെട്ടെന്ന് പൊടിഞ്ഞു പോകുന്ന ബ്രെഡ് പീസ് എടുക്കാതിരിക്കുക. അപ്പോഴേ നമുക്കിതൊന്ന് നല്ല രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. ഇത്രയും ഫില്ലിങ്സ് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ട്രയാങ്കിൾ ഷേപ്പിലേക്ക് ഇതൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരുപാട് ഫില്ലിങ്സ് വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ വെച്ചാൽ നമുക്കിത് കറക്റ്റ് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഈ സമയം നമുക്ക് സൈഡിലൊക്കെ കുറച്ച് വെള്ളമാക്കി കൊടുത്തൊന്ന് ഒട്ടിച്ച് വേണമെങ്കിൽ അങ്ങനെയും എടുക്കാം. ഇതിപ്പം ഫ്രഷ് ബ്രെഡ് ആയതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. അങ്ങനെ ഇപ്പോൾ ഞാനിത് എല്ലാം ഇതുപോലെ ഫില്ലിങ്സ് വെച്ച് ബ്രെഡൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്.
ഇനി ഇത് ബ്രെഡ് മുക്കിപ്പൊയിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു മാവ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനായി ഇതാ ഒരു 4 ടേബിൾ സ്പൂണോളം അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ കുറച്ചധികമായിട്ട് ഞാൻ കുറച്ച് മൈദ പൊടിയും കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് കളറിന് വേണ്ടിയിട്ട് കാശ്മീർ ചില്ലി പൗഡറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അല്പം വെള്ളമൊഴിച്ച് ഇതൊന്ന് ലൂസ് ബാറ്ററാക്കി തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ആദ്യം വെള്ളം കുറച്ച് ഒഴിച്ച് വേണം ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാൻ. അപ്പോൾ അതിൻ്റെ തിക്നെസ് നോക്കിയിട്ട് വേണം ഇനി ബാക്കി വെള്ളം ചേർത്ത് ഇതൊന്ന് മിക്സാക്കി എടുക്കാൻ. ഇതിലേക്ക് കടലമാവ് വേണമെങ്കിൽ അതും കൂടി എടുക്കാം. ഞാനിപ്പം മൈദമാവിലാണ് ഇത് ചെയ്തെടുക്കുന്നുള്ളത്. ഇനിയിപ്പോൾ ഇത് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം. ഈ ഒരു തിക്നെസ്സാണ് ഈ ബാറ്റർ വേണ്ടത്. ഇനി ഇതിലേക്ക് അല്പം കായപ്പൊടി കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു നല്ല മണമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കായപ്പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ ഇത്രയും മതി. ഞാനിത് ഓയിൽ ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓയിലൊക്കെ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതാ ഈ ബ്രെഡ് പീസൊക്കെ നമുക്ക് ഇതുപോലെ ഈ മാവിൽ മുക്കി ഇതുപോലെ ഓയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഓയിൽ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നല്ല ചൂടോടുകൂടി വേണം ഇട്ട് കൊടുക്കാനില്ലെങ്കിൽ പെട്ടെന്ന് ഓയിലൊക്കെ ഈ ബ്രെഡ് വലിച്ചെടുക്കും. അതുകൊണ്ട് അല്പം തീ കൂട്ടി വെച്ചതിന് ശേഷം ഇതൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചാൽ മതി. പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ആയി കിട്ടും. കാരണം ഇതിൻ്റെ ഉള്ളിലുള്ള ഫില്ലിങ്സൊക്കെ ഓൾറെഡി വെന്തതാണ്. ഇനി ബ്രെഡിൻ്റെ പുറം ഭാഗം മാത്രമേ നമുക്കൊന്ന് ഫ്രൈ ആയി കിട്ടാനുള്ളൂ. അങ്ങനെ ഇതിപ്പോൾ പെട്ടെന്ന് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഓയിലിൽ നിന്ന് ഞാൻ കോരി മാറ്റുന്നുണ്ട്. അങ്ങനത്തെ നമ്മൾ അടിപൊളി സ്നാക്സൊക്കെ റെഡിയായി. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് റെസിപ്പിയാണ്. ഇന്നത്തെ ഈ ഒരു സ്നാക്സ് റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഇതുപോലെ ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത്. ഇതാ നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല അടിപൊളി സ്നാക്സാണ്. വൈകുന്നേരം ചായയുടെ ഒപ്പം നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സ് റെസിപ്പി തന്നെയാണ് ഇത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും നല്ലൊരു അടിപൊളി റെസിപ്പിയുമായി കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക്